ഗൈസ്, ഇന്ന് കളിക്കാൻ വന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുന്ന ഒരു ഗെയിമാണ് ദി ലെവൽ ഡബിൾ. ദി ഗൈസ്, ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ ഇന്നലെ വരെ ഈ ഗെയിം കളിച്ചിട്ടില്ല. ലൈഫിൽ ഫസ്റ്റ് തൊട്ടാ ഈ ഗെയിം കളിക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്താലോ? ഞാൻ ക്യാമറയൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ കേട്ടോ. ഐ എം സോറി. ഓക്കെ, നമുക്ക് ലെവൽ ഡബിൾ കളിക്കാം. ഇതാണ് ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉണ്ടോ? അതെന്താ? ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബാ. ഓക്കെ, യെസ്, ഫസ്റ്റ് ലെവൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. സെക്കൻഡാമത്തെ ലെവൽ നോക്കാം. അയ്യോ, അടി മേടിച്ച് ഓക്കെ. അയ്യോ, ഒന്നുകൂടെ കളി. ഓക്കെ, യെസ്, അത്ര ഉള്ളു. ഓക്കെ, ഈസി പി സി. ഇതേ ചോറിട്ടാ. ഇവിടെ ഓക്കെ, യെസ്. ഓക്കെ ഗൈസ്, എന്ത് കഷ്ടമാണ് ഗൈസ്. ഒരു കണ്ടിട്ട് എനിക്ക് വട്ട് പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ക്യാമറ ഒന്ന് നേരെ പിടിക്കട്ടെ. ഇതെന്ത്? ഓക്കെ, ഓ യെസ്, അത് നമ്മുടെ ലക്കൂന്നെ മതി. ഓ, അത് കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ടു. നെക്സ്റ്റ് ലെവൽ ഇത് നെക്സ്റ്റ് ലെവൽ. ഒരു മിനിറ്റ്, നമ്മൾക്കിപ്പോൾ കളിക്കാം. അതിന് പകരം ഞാനൊരു കാര്യം പറയാണ്. നിങ്ങളെല്ലാവരും നമുക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഫുൾ സപ്പോർട്ട് ആയിരിക്കണോ? ഓക്കെ, എനിക്ക് നല്ല സ്ട്രെസ് തരുന്നുണ്ട്. എന്ത് കഷ്ടം. ഓ യെസ്. ഓ മൈ ഗോഡ്. ഓക്കെ, അതൊക്കെ അത്ര ആളൊന്നും പറയാൻ മതിയായിരുന്നു. ഇതെന്ത് പരിപാടി ഗൈസ്. ദേഷ്യം വരുന്നുണ്ട്. നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നല്ലെന്ന് വെച്ചാൽ നല്ല ദേഷ്യം വരുന്നുണ്ട് ഈ ഗെയിം കളിക്കുമ്പോ. ഇത് ഭയങ്കര കളകളിയാ ഗൈസ്. എന്തത്? ബുദ്ധിപരമായിട്ട് ഞാൻ ചിന്തിച്ചു. അതെനിക്ക് ഉറപ്പായിരുന്നത്. അതെന്ത് തേങ്ങ? ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. കളികളെ ഏകദേശമൊക്കെ പിടിയിട്ടുണ്ട്. ഓ അയ്യോ, ഇപ്പൊ തന്നെ ചത്താൻ. ഇപ്പൊ തന്നെ ജസ്റ്റ് മിസ്സായിരുന്നു കേട്ടോ. എടാ ഇവന്മാര് പണി തന്നെ കേട്ടോ. അതെനിക്ക് ഇവന്മാര് പണി തന്നെ തന്നെ. ഇതെന്താ ചെയ്യണ്ടതെന്ന് സത്തടിക്കാനില്ല. കണ്ടു ചാടാനില്ല. ഇതിങ്ങനെ വന്നു പോവും. ഞാൻ ഇങ്ങോട്ട് പോയിട്ട് ഓക്കെ. നമ്മളിത് ആദ്യം ഇങ്ങോട്ട് പോകണം. അതിന് ശേഷം അതിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഓടണം അല്ലേ? അത് എന്നിട്ട് അവിടെ എത്തണം. നമ്മൾ എങ്ങനെ വരും? നല്ല ദേഷ്യം വരുന്നുണ്ട് ടീ ഗെയിം കളിക്കുമ്പോൾ. നല്ല സ്ട്രെസ് എന്ന് വെച്ചാൽ നല്ല സ്ട്രെസ് ഉണ്ട് ഈ ഗെയിം കളിക്കുമ്പോൾ. മിഷൻ പാസ്ഡ്. എന്തൊക്കെ വന്നേ? ഇവന്മാരിത് ഭയങ്കര പ്രശ്നമാണല്ലോ. ഇവന്മാരിത് എഴുതുന്നത് ഇതുണ്ടാക്കിയ ആളോട് ഞാനൊന്നും പറയണില്ല. എന്തിപ്പോ ഈ ഗെയിം ഉണ്ടാക്കിയ ആളെക്കാളും പോട്ടാണ് ഞാൻ. അതൊക്കെ അത്രേ ഉള്ളു. നമ്മളാരാ മോൻ? നമ്മൾക്ക് ആർക്ക് തോപ്പിക്കാൻ പറ്റും ഗൈസ്? ഓ അയ്യ അവര് ഭയങ്കര എനിക്കൊന്നും പറയില്ല. അതൊക്കെ അത്ര ഉള്ളു. ഞാൻ മാസിൽ BGM ഒക്കെ ഇടാൻ കരുതി ഇട്ടൊന്ന് സ്ഥലമായിരുന്നു. കറക്റ്റ് സമയത്ത് എന്ന് പറയണില്ല. കറക്റ്റ് സമയം തന്നെ. കറക്റ്റ്. ഇതെന്തത്? ഞാനെന്തൊരു മണ്ടന. ഒരു ഗെയിം കളിക്കുന്ന ആളാണ് ഈ കാട്ടണത്. പൊട്ടം തന്നെ. സത്യം പറയണേ, എനിക്ക് തന്നെ അറിയാം ഞാനൊരു മണ്ടനാണ്. മര്യാദ സമയം നമ്മളെ കൊണ്ടുവന്നാക്കും. ഓക്കെ, അവന്മാര് കറക്റ്റ് സമയത്ത് നമ്മളൊന്ന് ഇത് ചെയ്യാൻ നോക്കി കേട്ടോ. പക്ഷെ പറ്റിയില്ല. എടാ, അവസാനത്തെ ബ്ലോക്കിൽ അവന്മാര് സമയം എന്തായാലും എനിക്ക് അറിയൂലായിരുന്നു. അതെന്ത്? എനിക്ക് സത്യമായിട്ടൊന്നും മനസ്സിലാവില്ല. ഞാൻ മുമ്പ് കളിച്ചിട്ടുള്ള ഗെയിമാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര വട്ട് പിടിക്കുന്നു കേട്ടോ. മിക്കവാറും ഞാൻ എന്നിട്ട് ഈ ടാബ് കാലി പൊടിയും. അയ്യടാ പോടാ.
നൈസിന് നമ്മളൊന്ന് എന്താ അയ്യേ ഞാൻ എന്ത് ചെയ്യണേ ഉള്ള കോയിൻസ് എടുത്തോ. അത്ര റിസ്ക് എനിക്ക് ആവശ്യമില്ല. ഞാൻ അത്രയും കോയിൻസ് എടുക്കാൻ അത്ര കഴിവ് എനിക്കില്ല. അത് വേണ്ട. അയ്യേ ആണ് ഈ ലെവൽ ഈസി ആട്ടാ. ആ കരി കൊടുത്താ ടോപ്പിൽ താഴെ ഇതെടുത്താൽ നമ്മ താഴൂന്നാണ് ഉദ്ദേശിച്ചത്. എന്തൊക്കെയാണ് ഈ കൊച്ചു ഗോപി നടക്കണേ? അയ്യേ സത്യമായിട്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എടാ അവസരം കിട്ടിയത് മുതലാക്കി അവന്മാര് അവസരം കിട്ടണം നല്ലോണം മുതലാക്കാണ്ടിട്ട കേസ്. അവസരം കിട്ടുന്ന സമയത്ത് നമ്മളായിട്ട് അവന്മാര് പൊട്ടം കളിപ്പിക്കുന്നുണ്ട്. എന്ത് പറയാനാ, ഗെയിം ട്രൈ ചെയ്യണത് മാത്രമല്ല ഞാൻ ഇത് ഇരുന്ന് കയറ്റിയ ഗെയിമാണ്. നല്ല ടഫ് ഇത് കയറ്റാൻ. അത് മാത്രമല്ല ഈ ഗെയിം കയറ്റണോണ്ട് എനിക്കുള്ള ടാസ്ക് തന്നെയാണ്. പാരൻസിനോട് ചോദിക്കേണ്ടൊന്നും ചെയ്യരുതെന്ന്. കാരണം ഞാനൊന്നും പാരൻസിനോട് ചോദിക്കേണ്ട ചെയ്യാറില്ല. എടാ ഇവന്മാർക്ക് എത്ര ഇവനെ ഏതൊരു ഉണ്ടാക്കിയ ഗെയിം ഈ ഗെയിം ഉണ്ടാക്കിയാണ് ഞാൻ ആദ്യം പിടിച്ച് തല്ലും. നിങ്ങളാരും കമന്റ് ഒന്നും ഇടാത്ത. ഞാൻ ഇത് ഈ ഗെയിം കളിക്കുന്നതിൻ്റെ ഇവിടെ പറയുമ്പോൾ എനിക്ക് ഇത്തിരി സമാധാനം കിട്ടുന്ന നേരത്തെ പറയണേട്ട കേസ്. അല്ലാണ്ട് ഈ ഗെയിം കളിക്കുമ്പോൾ എനിക്ക് വട്ട് പിടിക്കുന്നു സത്യം പറഞ്ഞ. എന്ത് കഷ്ടമാണിത്. അവസാനത്തെ ഘട്ടത്തുമ്പോൾ അവന്മാര് ഇട്ട് പണി വരും. ഓക്കെ നല്ല ദേഷ്യം തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞ. ഇത് മറ്റേ സാമാനം ഇങ്ങോട്ട് എടുത്താലേ ഇങ്ങോട്ട് പോകുള്ളൂ. അത് അവരൊറ്റാട്ടം വീണപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എടി ഇവന്മാർക്ക് എന്താണ് വേറെ പണിയൊന്നുമില്ലേ? എടാ ഇവന്മാർക്ക് ഏതോനാണ് ഇത് ഉണ്ടാക്കിയത്. വട്ട് പിടിക്കേണ്ടത് സത്യം പറഞ്ഞ. എനിക്കും കഴിവില്ല, ഇതുണ്ടാക്കിയവന്മാർക്കും കഴിവില്ല. ഞാൻ എന്തി കാട്ടണേ? എനിക്ക് പോലും മനസ്സിലാവണല്ലോ ഞാൻ എന്തി കാട്ടണേന്ന്. ഞാൻ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇരുന്ന് ചാടുന്നത്? മണ്ടനാണോ ഞാൻ? ഓക്കെ ഗെയിമിംഗ് ബ്രോ. അത് കുറച്ച് ടഫായിരുന്നെങ്കിലും അത് നമുക്ക് ഈസി. ഇവിടെ അതാ പറഞ്ഞില്ലടാ. അവിടെ അതുള്ള കാര്യമാണ് കാണിച്ചു പോയി തന്നില്ല. അത് ഫൗളാണ് കേട്ടാ. അയ്യടാ പോടാ 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 ഗൈസ്. പിന്നെ നിങ്ങളോട് എനിക്ക് ഇതെന്തിനാ മറ്റൊരു ഗെയിമില്ലേ മൗസ് കൊണ്ട് കളിക്കുന്ന ഒരു ഗെയിം. ആ ഗെയിം എനിക്ക് ഓർമ്മ വരുന്നു. മൗസ് കൊണ്ട് കളിക്കണേ. ഞാനതെൻ്റെ എൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരു ടാബിൽ അത് കളിക്കുമായിരുന്നു. ഇതെനിക്കിപ്പോൾ അതാ ഓർമ്മ വരുന്നു ഈ ഗെയിം. മൗസ് കൊണ്ട് കളിക്കണം അതിൻ്റെ പ്ലെയിനിൻ്റെ. ചേട്ടാ സത്യമായിട്ട് വട്ട് പിടിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് എനിക്ക് റീച്ച് ഇട്ടാൻ വേണ്ടി മാത്രം പറയണല്ലോ കേട്ടോ. ഈ ശരിക്കും വട്ട് പിടിക്കുന്നുണ്ട്. നിങ്ങൾ കളിക്കും. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കി. ഈ ഗെയിം 100-ൽ 98% ആൾക്കാർക്ക് ഇതിൽ ദേഷ്യം വരുന്നുണ്ട് കാണിച്ചു തരും. ഇതും മറ്റേ പരിപാടിയാ. അവിടെ എത്തുമ്പോൾ നമ്മുടെ ഇത് മാറൂലേ? ഓക്കെ ഇവന്മാർ കളിക്കുമ്പോൾ ഒരു ഐഡിയ തരണം. ഇതവന്മാർ തരണി. എന്തൊക്കെയാണ് നടക്കണേ? സത്യമായിട്ടൊന്നും മനസ്സിലാവണില്ല. ഞാൻ എന്തൊക്കെ വട്ട് പിടിക്കണ്ടെന്ന് വെച്ചാ എന്താടാ പണി വെച്ചിരിക്ക? എന്തൊക്കെ നടക്കണേ? എടാ ഇത് ഇവന്മാര് ഇട്ട് പണി വന്നിട്ടാ. എടാ ഒച്ച വെച്ചിട്ടായിരുന്നു ഞാൻ കണ്ടുപിടിച്ചിരുന്നത് സ്ഥലം മാറിയത് കാര്യം. അത് വെച്ചിട്ടപ്പോളാ അവന്മാര്. എടാ എന്നടാ എന്താണിത്? സത്യമായിട്ട് മനസ്സിലാവില്ല. ഞാൻ ഈ കളിക്കണ കാര്യം ഞാൻ എന്തോരം വട്ടം കളിക്കണം. നിങ്ങൾ കാണിച്ചത് ഞാൻ വെറുപ്പിക്കേണ്ടി വരും. സത്യമായിട്ട് ഞാൻ എൻ്റെ റൂമിൽ ഈ ഗെയിം കളിക്കുമ്പോൾ പേടിക്കില്ലാന്ന് പറഞ്ഞ് വാതിൽ കൂട്ടിയിട്ട് ഇത് ജസ്റ്റ് ഒരു നോർമൽ ഗെയിമാണ് എഴുതിയിരുന്നത്. ഇത് സ്ട്രെസ് കൂട്ടാനാണ്. കണ്ടോ എടാ ഓക്കെ ഞാനൊന്നും പറയണില്ല. എനിക്ക് വട്ട് പിടിച്ച് എനിക്ക് മത്ത് പിടിക്കണ പോലെ ഉണ്ട്. എത്രാമത്തെ വട്ടാണ് ഇത്? അവസാനത്തെ വെറുതല്ല ഇത് അവസാനത്തെ 4ാമത്തെ വേണ്ട. നമ്മളെ വട്ട് പിടിക്കും മതി. എനിക്ക് ഈ ഗെയിം കളിച്ചിട്ട് ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഗെയിം ഉണ്ടാക്കിയാവണ്ടല്ലോ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തലടിച്ചാൻ പിടിക്കും. സത്യമായിട്ട് വട്ടാണ്ട്. കണ്ടതെനിക്ക് ചാടാനൊന്നും പറ്റണില്ല. ഞാൻ എന്ത് ചെയ്യാനാ? സത്യം പറയാ. നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ട് ഈ ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. എൻ്റെ ഈ ഇതുവരെയുള്ള വീഡിയോ
ഇതുവരെയുള്ള വീഡിയോകൾക്കൊന്നും ആരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഒന്ന് എടാ എന്താടാ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഗെയിം കളിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. അവസാനം ഫൈനലി എങ്ങനെയൊക്കെയോ ആ വേൾഡ് ഇത് ഞാൻ പോന്നു. എൻ്റെ പൊന്നെ, ഇതിപ്പോൾ ഓവർ സമയം വേണ്ടിട്ടോ നമ്മുടെ. എടാ ഇത് പ്രശ്നം എന്ത് ഇതാണ്, ഓവർ സമയം കഴിഞ്ഞാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ടഫായിരിക്കും. അതുകൊണ്ട് ഞാനിതൊരു 20 മിനിറ്റിൽ എന്തായാലും ഗെയിം നിർത്തും. 20 മിനിറ്റ് ആണ് കേട്ടോ ഗൈസ് എൻ്റെ ടൈം. ഇതിനപ്പുറത്ത് എനിക്ക് പോകാൻ പറ്റില്ല. ഐ എം സോറി. അതൊക്കെ ഈസി ആയിരുന്നു അവന്. അത് ഈസി ആയിരുന്നു കേട്ടോ. ലൈക്ക് ഞാൻ കള്ളം പറയണല്ല കാര്യമായിട്ട്. എടാ ഓക്കെ, ഇനി ഞാൻ നോക്കില്ല. എടാ പ്ലീസ്. ഈ ഗെയിമേ എൻ്റെ സിസ്റ്റർ, എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, ആ സിസ്റ്ററിന് കൊടുത്തിട്ട് നോക്കാം. ഓക്കെ, അതിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും. ഇത് എൻ്റെ സിസ്റ്ററല്ല, എൻ്റെ എല്ലാവർക്കും, എൻ്റെ ഫാമിലി മുഴുവൻ ഞാൻ കൊടുക്കാൻ പോകും. എല്ലാവർക്കും മുട്ട വന്ന് നോക്കണമല്ലോ. ഫാമിലിയിൽ ആകെ ഗെയിം കളിക്കാൻ അറിയാം എൻ്റെ സിസ്റ്ററിനും എൻ്റെ മാമിക്ക് മാത്രം. കാരണം അവർ രണ്ടുപേരാണ് ഇത്തിരി ന്യൂജൻ. ഞാൻ ന്യൂജനാണ്. ഞാൻ 2K അല്ല. 2K ഇപ്പം എന്തൊക്കെയല്ലേ 2K. അവസാനം വരെ ചെന്ന് ചമ്മണത് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവസാനം വരെ ചെന്ന് ആ ചമ്മലില്ല കണ്ടോ അവസാനം വരെ ചെല്ലും. അന്നത്തെ ആ ചമ്മണൻ്റെ അവസ്ഥ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ ചമ്മലൊക്കെയാണ് മോനെ ചമ്മല്. അല്ലാണ്ട് ഈ സിഗ്മ പോയി ഇതെന്ന് പറഞ്ഞ് പ്രേമിച്ചെടുക്കണമാർക്കൊന്നുള്ളതല്ല ചമ്മല്. ഓക്കെ നമ്മൾ കറക്റ്റ് 20 സെക്കൻഡ്സിൽ ഈ 20 മിനിറ്റ്സിൽ ഈ എപ്പിസോഡ് എത്തുന്നതായിരിക്കും കേട്ടോ. പിന്നെ എപ്പോഴേലും ആയിരിക്കും തുടങ്ങാം. എടാ നമ്മൾ കാണിച്ചിടാ, പറഞ്ഞില്ല. എന്തിൻ്റെ കേടാ മോനെ എനിക്ക് ഈ കേട്ടുണ്ടാവും എല്ലാ ആവശ്യം ഉണ്ടായാ. ഓക്കെ 20 സെക്കൻഡ് സിപ്പാവും കേട്ടോ. 20 മിനിറ്റ് സിപ്പളാവും. വാട്ടോ എനിക്ക് സബ്ജായിട്ട് ഓട്ടോ പിടിക്കാം. ഇവിടെ നിൽക്കാം. സത്യടിക്ക് വട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. വട്ട് എന്ന് വെച്ചാൽ അങ്ങേറ്റം വട്ട് പിടിക്കുന്നുണ്ട്. എടാ പ്ലീസ് സാധിക്കല്ലേ. യെസ് നെക്സ്റ്റ് ലെവൽ. ഇപ്പോൾ തന്നെ 20 സെക്കൻഡ്സ് ആയി. നമ്മൾ ഈ ലെവലോടെ നിർത്തും കേട്ടോ ഗൈസ്. എന്താ പരിപാടി? എടാ ഇവന്മാരൊന്നും ഞാനൊന്നും പറയണില്ല. ഈ ഗെയിം ഉണ്ടാക്കി ചെക്കൻ ഏതാണാണ് എൻ്റെ കൈ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെള്ളക്ക് പോകും. കാരണം ഇത് ഏതാണ്ട് സിസ്റ്ററിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഇടയ്ക്ക് നമ്മളെ ഭൂകമ്പം ഇരിക്കും. ഞാനിതൊരു ഫാമിലിക്ക് മുഴുവനായിട്ട് എന്തായിരുന്നു പേരെന്തായിരുന്നു സ്വത്ത് എഴുതി കൊടുക്കാൻ പോണി. ഈ ഗെയിമിങ് മുന്നിൽ കളിച്ചാൽ ബുദ്ധി കൂടും ശക്തി കുറയും. ശക്തിയല്ല എന്തായിരുന്നു, ബുദ്ധി കൂടും, സ്ട്രെസ്സും കൂടും, എല്ലാം കൂടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈക്ക് മാത്രമൊന്നും കൂടില്ല. അത്രേ ഉള്ളൂ. വൈഫൈ നെറ്റ് ഒന്നുമില്ല. ഈ ഗെയിം കളിക്കുന്നവർക്ക് പറഞ്ഞ കാര്യമാണ് കേട്ടോ നെറ്റ്. ഈ ഗെയിം ഭാഗ്യത്തിനിത് എൻ്റെ ഫോണിലിത് വൈഫൈ കളിക്കാൻ പറ്റും. വൈഫൈ ഇല്ലാണ്ട് കളിക്കാൻ പറ്റും എൻ്റെ ടാബിൽ. അതെന്താ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ലക്കി. സത്യം അടിഞ്ഞ് വട്ട് പിടിക്കുന്നു കേട്ടോ. ഇത് 5 ഇതേപോലത്തെ 5 കൊല്ലാപ്പോഴും ഇതേപോലെ കളിക്കുന്നു. വീഡിയോയുടെ ലെങ്ത് കൂടിയ കാരണം ഈ വീഡിയോ ഇപ്പം ഇവിടെ വെച്ച് അവസാനിക്കാം കേട്ടോ. എല്ലാവരും ഫുൾ സപ്പോർട്ടായിരിക്കണം. താങ്ക് യു. പിന്നെ ഈ വീഡിയോയുടെ 2ാം പാർട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരെന്ന് വെച്ചാൽ ഗെയിമിങ്ങിനോട് താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് വേണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Game over.